ഹലോ ഗൈസ്, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ന്യൂ ഇയർ ആവാൻ പോകുന്നു. അപ്പൊ ഒന്ന് ഫാമിലി ആയിട്ട് പുറത്ത് പോവാന്ന് വിചാരിച്ചതാ. കാറിൽ പോവാണ്, അങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിതാ എത്തിയിട്ടുണ്ട്. കഴക്കൂട്ടത്താണ് വന്നത്. അവിടെ ഒരു ടെക്നോ പാർക്കിന്റെ അവിടെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഫിഷിന്റെ ഒക്കെ സംഭവം വന്നെന്നറിഞ്ഞു. അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ മോൾക്കൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു. അത് അവളെ വെച്ച് കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും അച്ഛൻ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. അവിടെ തിരക്ക് കാരണം നമ്മളൊന്നും പോയില്ല, നമ്മളിവിടെ ഇരിക്കുവാണ്. അപ്പോൾ അതിങ്ങനെ കയ്യിൽ ഇങ്ങനെ കെട്ടിത്തരും. അത് കഴിഞ്ഞ് നമ്മളിതാ സെൽഫി പോയിന്റ് പോയി. അവിടെ കുട്ടികളെയൊക്കെ ഇരുത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ അങ്ങനെ എടുത്തു. അടുത്ത നമ്മൾ പോണത് ഫിഷാണ്. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് പോണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫിഷ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. കാരണം നല്ല രസമുണ്ട് കാണാൻ. ഒരു പല പല കളറിൽ ഒരു കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പല പല കളർ അതുപോലെ ഉണ്ട്. ശരിക്കും ഈ കടലിനകത്തോട്ട് പോണ ഒരു ഫീൽ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി കണ്ട് ഇതെന്തായാലും കുഞ്ഞിന് നന്നായി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കണ്ടാൽ ഞാൻ നെത്തോലി പോലെ ഇരിക്കും, പക്ഷെ അതാണോന്ന് അറിയില്ല. എന്നാലും അതും നല്ല രസമുണ്ട്. ഒരു വെള്ളി കളർ പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു ഫിഷ്. ഒന്നിൻ്റെ പേരും കാര്യങ്ങളൊന്നും അവിടെ എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് പേരൊക്കെ നോക്കി എന്താ ഫിഷാണെന്ന് നമുക്ക് മനസ്സിലാക്കായിരുന്നു. ഇത് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ട് 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 അങ്ങ് പോവാണ്. പിന്നെ ഇന്ന് നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ പതുക്കെ കണ്ട് കണ്ട് കണ്ടങ്ങ് പോകണം. ഇതും സംഭവം കൊള്ളാം, നല്ലൊരു ഫിഷാണ് ഇത്. എന്തോ ഒരു സ്റ്റാർസ് ഒക്കെ ഉണ്ട്, എന്തോ കടലിനടിയിലൊക്കെ ഉള്ള സംഭവങ്ങളായിരിക്കും. ഇത് സംഭവം അനങ്ങുന്നൊന്നും ഇല്ലാതെ അങ്ങനെ കിടക്കുവാണ്. നമ്മളതിനെ ശല്യപ്പെടുത്തിയില്ല. നമ്മളൊരു ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്ത് ഓക്കെ. ഞങ്ങളുടെ അടുത്ത ഒരു സംഭവം കാണാനായിട്ട് വന്നിട്ടുണ്ട്. ആള് സെൽഫ് ഫോട്ടോസും വീഡിയോസിനൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് തൊടുന്നുണ്ട്. മോള് തൊടാനായിട്ട് പോയിട്ടുണ്ട്. അവൾക്ക് അപ്പൊ അവളുടെ പേടി മാറ്റാനായിട്ട് അമ്മ കൊണ്ട് തൊടാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവള് നല്ല കരച്ചില്. അപ്പൊ അവളിങ്ങ് തിരിച്ചു കൊണ്ടുവന്നു. അടുത്തതൊരു പൂന്തോട്ടത്തിൽ ചെന്ന ഒരു ഫീലായിരുന്നു. പൂമ്പാറ്റകളും ഫ്ലവറും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. എല്ലാം നല്ല വലുതായിട്ട്, ശരിക്കും എല്ലാത്തിനും ഒരു ജീവനുള്ള പോലെ ഒരു തോന്നി. വണ്ടും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. പല നിറത്തിലുള്ള ഫ്ലവറും പൂമ്പാറ്റകളും വണ്ടും ഒരു പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഫാമിലി ആയിട്ടൊക്കെ നല്ല വരാൻ പറ്റിയൊരു പ്ലേസാണ്. കൊള്ളാം. ആ ഒരു റോസൊക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാം കൊണ്ട് ഫ്ലവറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ശരിക്കും ആ ഒരു പൂന്തോട്ടത്തിൽ നമ്മൾ ചെന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീല് നല്ല അടിപൊളിയായിരുന്നു. കൊള്ളാം. എന്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. സൂര്യകാന്തിയൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ തോന്നുന്നു. എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു മൃഗത്തിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ദിനോസർ, പിന്നെ ആനയൊക്കെ ശരിക്കും ഒറിജിനലായിട്ട് ഉള്ളതുപോലെ ഉണ്ട്. അത് കഴിഞ്ഞ് ആമയുണ്ട്. അപ്പോൾ ആമ കുറച്ച് വലുതാണ്, കൊള്ളാം. ആമയുണ്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും. ഫാമിലി ആയിട്ട് വരാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. ഇത് സിംഹമാണോ പുലിയാണോ എന്നറിയില്ല. പിന്നെ ഇത് ഒന്ന് കറങ്ങി ഒരു 100 രൂപ ഇതിന് ചാർജ്. വേറെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വേറൊന്നിനും ക്യാഷ് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇത് ഒന്ന് എടുക്കുന്നതിന് 100 രൂപ ആവും. അപ്പോൾ അതും എടുത്തു. അടുത്ത് നമ്മൾ പോണത് റോബോട്ടിൻ്റെ അടുത്താണ്. ഇതെല്ലാവരും ഇങ്ങനെ ഓട്ടിക്കുന്നുണ്ട്. മോൾക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. കുട്ടികളെയൊന്നും തറയിൽ നിർത്താനായിട്ട് പറ്റണില്ല. കാരണം ഇതിങ്ങനെ ഇടിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും ഒരു ആളുള്ള അനുസരിച്ചാണ് അതിങ്ങനെ പോണത്. ശരിക്കും എല്ലാവരും ഇടിക്കാനൊക്കെ പോണുണ്ട്. എല്ലാവരൊക്കെ ഓടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിങ്ങനെ കുറേ നേരം കണ്ടു. അതൊക്കെ കണ്ടത് അടുത്ത അക്വേറിയത്തിനകത്ത് മീൻ, അതും നമ്മൾ എടുത്തില്ല അങ്ങനെ വീഡിയോസ്. പിന്നെ അത് ഒരു താജ്മഹൽ പോലെ ഇരിക്കുന്നു. സംഭവം കൊള്ളാം. നല്ലൊരു പിങ്ക് കളറിൽ ലൈറ്റും കാര്യങ്ങളും വെച്ച് ഫുള്ള് വെള്ളം ഇങ്ങനെ
നാല് ചുറ്റിന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒന്ന് കറങ്ങി ഒന്ന് വീഡിയോസൊക്കെ എടുത്തു. ഇതാ വിത്തും കാര്യങ്ങളും, പിന്നെ ഇതാ ഒരുപാടായിട്ട് അച്ചാറ്. വേറെ ഒന്നും വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്